ഹലോ എവ്രിവൺ, ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ സന്താനം. ഞാൻ ഇങ്ങനെ ഒരു ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ വീട്ടിലെ മൂത്ത സന്താനം ആദ്യമായി ഇരുന്നതും നടന്നതും കിടന്നതും പറഞ്ഞതും എല്ലാം എൻ്റെ അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. അതെല്ലാം ഫോട്ടോസ് എടുത്തിട്ട് ആൽബം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് മെമ്മറി ആയിട്ട്. അതും ഒരെണ്ണമല്ല, 3. എന്നിട്ട് എൻ്റെത് ഒരു 10 വയസ്സിന് താഴെയുള്ള ഒറ്റ ഫോട്ടോ പോലും. എൻ്റെ കസിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് നോക്കി കൊതിയും തിരിക്കുന്ന എൻ്റെ ഫോട്ടോ ഫാമിലി ഗ്രൂപ്പിലൊന്ന് വൈറലായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലെ കുഞ്ഞു മനസ്സ് അത് കണ്ട് ആഹ്ലാദിക്കുകയായിരുന്നു. 4 വയസ്സിലെ ആ രൂപം അങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഒന്നും പോരാഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ ചോറൂണിനെടുത്ത ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി പോരാ എന്ന് പരാതി പറയുന്ന എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, മാതാശ്രീ, എൻ്റെ ചോറൂണ് ഏത് ക്ഷേത്രത്തിലാണ് നടന്നത്? എൻ്റെ അമ്മയ്ക്ക് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു മാറിക്കഴിഞ്ഞു. സെയിം ചോദ്യം ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം BP-യുടെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നതാണ് ഞാൻ കണ്ടത്. സത്യത്തിൽ ചോറൂണ് നടത്തിയോന്ന് പോലും എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഡൗട്ട് തോന്നുന്നുണ്ട്. ഞാൻ പോട്ടെ. പേരൻസ് 2 പേർക്കും കൂടി എന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി മൂത്ത മക്കൾക്ക് കൊടുക്കും. അതായത് ഫോൺ, ടാബ്, ലാപ്പ്, സൈക്കിൾ, 2 വീലർ മുതലായ വസ്തുവകൾ. എന്നിട്ടൊരു പറച്ചിലുണ്ട്, ഇത് 2 പേർക്കും കൂടി ഉപയോഗിക്കാനാണ് വാങ്ങി തന്നത്. ആ ഡയലോഗിൽ വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് ഈ രണ്ടാമത് ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇളയ കുട്ടികൾ ഇരക്കാൻ വേണ്ടിയുള്ള ജന്മങ്ങളാണെന്ന്. കാരണം ഈ വസ്തുവകകളിൽ ഒന്ന് തൊടണമെങ്കിൽ പോലും മൂത്ത പണ്ടാരങ്ങളുടെ കയ്യും കാലും പിടിച്ച് ഇരന്ന് ഒരു 100 തവണ അവരെ പുകഴ്ത്തി പറഞ്ഞാൽ മാത്രമേ അതിലൊന്ന് നോക്കാൻ പോലും അവർ സമ്മതിക്കൂ. പിന്നെ വേറൊരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ട്. നിന്നെ കുപ്പയിൽ നിന്ന് എടുത്തതല്ലേ? അതെ, കുപ്പയിൽ നിന്ന് തന്നെ എടുത്തതാണ്. കാരണം ചേച്ചിയുടെ പഴയ ഡ്രസ്സ്, യൂണിഫോം, ബാഗ്, കുപ്പി, കൊട, ചട്ടി, വട്ടി ഇതെല്ലാം ഞാനാണ് ഉപയോഗിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഞാൻ കുപ്പയിലെ മാണിക്യം തന്നെയാണ്.